സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം തങ്ങളുടെ ഒരേക്കർ 58 സെന്റ് സ്ഥലവും വീടും തട്ടിയെടുത്തുവെന്ന് ആരോപണവുമായി അമ്മയും മകളും. മാവൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് 23 വർഷം മുമ്പ് തങ്ങളുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തി അനാഥ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് എന്ന് പറഞ്ഞ് സ്വത്തും വീടും തട്ടിയെടുക്കുകയും 4 പെൺകുട്ടികളെയും എന്നെയും വഴിയാധാരമാക്കുകയും ചെയ്തു എന്ന് ആരോപിച്ചു. ഞാൻ റഹീം ഗോളിയോറൻസി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റഹീം എന്ന വ്യക്തിയുടെ മകളാണ്. ഇതെൻ്റെ ഉമ്മയാണ്. മഹദറ പബ്ലിക് സ്കൂൾ നിൽക്കുന്ന സ്ഥലവും ഒരേക്കർ 58 സെന്റ് സ്ഥലം എൻ്റെ വാപ്പാടെ സ്വന്തം പേരിലിരുന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് 18 വയസ്സ് എൻ്റെ മൂത്ത ഇത്തായിക്കായ സമയത്താണ് ഈ വസ്തു വാപ്പായെ ഒരു സമയത്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ട് രാവിലെ പോയ വാപ്പ വന്നത് വൈകുന്നേരമാണ്. അങ്ങനെ വാപ്പാടെ കയ്യിൽ നിന്ന് ഇത് ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഒറിജിനൽ പ്രമാണം ഞങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അതിനുശേഷം 23 വർഷം കൊണ്ട് ഞങ്ങൾ ഇവരുടെ കാല് പിടിച്ച് ഇവരോട് എപ്പോഴും ഞങ്ങൾ വന്ന് കിടന്ന് ചോദിക്കാറുണ്ട്, പൈസയുടെ കാര്യമാണേലും ഒക്കെ. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് 1 രൂപ പോലും അവർ ആട്ടി ഓടിക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ 23 വർഷം കൊണ്ട് ഞങ്ങൾ ഒരു വീട് പോലും ഇല്ലാതെ ഞങ്ങൾ അലഞ്ഞു തിരിയുകയാണ്. ഇന്ന് ഞങ്ങൾ വാപ്പാടെ ആ പൈസയോ അല്ലെ ആ മുതലിനോ വേണ്ടി ഞങ്ങൾ ഇവരെ സമീപിക്കുമ്പം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും കിട്ടുന്നില്ല. പക്ഷെ ഇവർ എഴുതി കൊടുത്തിരിക്കുന്ന ഈ കുറെ ഡോക്യുമെന്റ് ഉണ്ട്. അതിനകത്ത് ഓരോന്നും എന്താ പറയുക, എത്തീം പിള്ളേര് എല്ലാം പറയുന്നുണ്ട്. അവരുടെ കല്യാണത്തിനാണേലും ഒക്കെ പൈസ കൊടുത്ത് സഹായിക്കും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നത്. ഈ 4 പെൺകുട്ടികളാണ് ഞങ്ങള്. ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് 4 പെൺപിള്ളേരാണ് ഉള്ളത്. ഇന്ന് വരെ ഞങ്ങളുടെ വിവാഹത്തിനോ ഞങ്ങൾക്കൊരു വീട് മേടിക്കാനോ ഇവരെ ഒന്നും ഞങ്ങൾ സഹായിച്ചിട്ടില്ല. പാറമൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭൂമിയുടെ ഒറിജിനൽ ആധാരവും മറ്റ് രേഖകളും തങ്ങളുടെ കൈവശമുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. ഏതൊരു വസ്തുവിന്റെ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഈ പ്രമാണം കൈമാറുന്ന ഒരു ഇതുണ്ട്. പക്ഷെ എൻ്റെ വാപ്പ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ആ വസ്തുവിനകത്ത് ഒറിജിനൽ പ്രമാണം ഇന്നും ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇതുവരെ അവർ പിന്നെ എന്തിന്റെ പേരിലാണ് ആ വസ്തു അവരുടെയാണെന്നും പറഞ്ഞ് ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി വിട്ടത്. ഇത് എന്തിന്റെ പേരിലാണെങ്കിലും ഞാനും എൻ്റെ 4 സഹോദരിമാരും ഇപ്പൊ ഞങ്ങൾ വലിയ കുട്ടികളായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ച് പിടിക്കാതിരിക്കത്തില്ല. ഏത് നിയമത്തിന്റെ മുന്നിൽ പോയിട്ടാണേലും എത്ര കഷ്ടപ്പെട്ടാണേലും ഞങ്ങൾ ഈ വസ്തുക്കൾ തിരിച്ചു തന്നെ പിടിക്കും. അത് ഉറപ്പുള്ള കാര്യം. ഏത് ലീഗലി ആണെങ്കിലും വക്കീലിനെ കണ്ടിട്ടാണെങ്കിലും ഞങ്ങൾ ഇത് ഇതാക്കും. കാരണം ഒറിജിനൽ പ്രമാണം ഞങ്ങളുടെ കയ്യിലാണുള്ളത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുതൽ ഞങ്ങൾ തിരിച്ചു തന്നെ കൈപ്പറ്റും. ഇതാണ് ഞങ്ങളുടെ വാപ്പാടെ വസ്തുവിന്റെ പ്രമാണം. ഞങ്ങളുടെ ആ മഹദറ പബ്ലിക് സ്കൂൾ നിൽക്കുന്ന 1 ഏക്കർ 58 സെന്റ് സ്ഥലത്തിന്റെ വസ്തുവിന്റെ പ്രമാണമാണ് ഇത്. ഇത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ വക്കീലിനെ കണ്ടതാ. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോവാതിരുന്നത്. ഇപ്പൊ ഞങ്ങൾ അത് അല്ല, ഇത് ഞങ്ങളുടെ കയ്യിലിരുന്നതാ. ഈ മഹദറയുടെ ഈ കോമ്പൗണ്ടിൽ വന്ന് പല തവണ ഞങ്ങൾ അവരോട് അപേക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഈ വാപ്പാടെ ഈ കാശ് തരാനായിട്ട്. അപ്പൊ ഇവര് വരുമ്പോഴെല്ലാം പറയും, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, തിരിച്ചു പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസമേ ഞങ്ങൾക്ക് ഇവിടെ തങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത് കേൾക്കുമ്പോൾ തിരിച്ചു പോകും. ലീഗലി ഞങ്ങൾ വക്കീലിനെയൊക്കെ കണ്ടതാ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, കോഴിക്കോട് എന്നിട്ട് വക്കീലിനെ കണ്ടാൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വസ്തുക്കൾ തിരിച്ചു കിട്ടും. അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളായത്. അന്ന് ഞങ്ങൾക്ക് 18 വയസ്സാവുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾ മുതിർന്ന് ഇത്രയും വലിയ കുട്ടികളായി. പക്ഷെ ഇനി എന്തായാലും ലീഗലി ഞങ്ങൾ ഇത് മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പാടെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടണം. ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു. എൻ്റെ ഉമ്മ മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വില്ലേജ് ഓഫീസിൽ നിന്ന് അവരെ വിളിച്ചപ്പം അവർ പറഞ്ഞത് അവർക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന്. ആ തെറ്റാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എൻ്റെ വാപ്പായോട് ഞങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടതാ. ആ വീടും വസ്തുവും എല്ലാം തട്ടിയെടുത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ 4 പെമ്മക്കളെയും കൊണ്ട് പോയതാ. അന്ന് പോയ സമയത്ത് ആ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത്താടെ കല്യാണമായിരുന്നു.
ആ കല്യാണത്തിന് സ്വർണത്തിന് പോലും പൈസ ഇല്ലാതെ ഇട്ട് കൊടുത്ത സ്വർണം പോലും അവർ തിരിച്ചെടുത്ത്. എൻ്റെ വാപ്പ ഇവിടെ പലവട്ടം വന്ന് അലഞ്ഞ് അവരോട് കാല് പിടിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവരൊരു 10 പൈസ കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ല. എൻ്റെ വാപ്പ രോഗം വന്ന് മരിച്ച്, കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് മരിച്ചതാ. ഷുഗർ കൂടിയിട്ടൊക്കെ ഒരു നേരത്തെ മരുന്നിന് പോലും നിവർത്തിയില്ലാതെ എൻ്റെ വാപ്പ മരണപ്പെട്ടതാ. എത്രയോ വട്ടം അവരോട് പൈസ അയച്ചു തരും, എനിക്കൊരു മരുന്ന് മേടിക്കാൻ പോലും 10 പൈസ തരാതെയാണ് ആ വാപ്പ മരണപ്പെട്ടത്. 4 പെൺമക്കളെയും വഴിയാതാരാക്കിയിട്ടാണോ ഇവർ എത്തിയും കുഞ്ഞുങ്ങള് അങ്ങനെ ഇങ്ങനെയാന്നും പറഞ്ഞിട്ട് ഒരു വീടില്ല ഞങ്ങൾക്ക്. പിന്നെ കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങളുടെ വാപ്പ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞാനൊരു പരാതി അയച്ചു, സുതാര്യ കേരളം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അന്ന് കയറിയ സമയമാണ്. അങ്ങനെ അവര് എനിക്ക് കൊല്ലത്തുനിന്ന് ഒരു നോട്ടീസ് വന്ന്, നിങ്ങൾക്ക് ഇവിടെ അല്ലല്ലോ ഇത് അന്വേഷിക്കേണ്ടത്, നിങ്ങൾക്ക് വടക്കൻ കോഴിക്കോടല്ലേ എന്ന് പറഞ്ഞ് ഞാനും സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് അവിടുന്ന് പോയിട്ടുണ്ട്, അന്വേഷണത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം എന്നെ പാറമേല് വില്ലേജ് ഓഫീസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ സ്ഥലം എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അത് മഹളറ വെച്ചിരിക്കുന്ന ആ സ്ഥാപനമാണെന്ന് പറഞ്ഞ്. ഞാൻ 2 പ്രാവശ്യം അവരെ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പിന്നെ വേറൊരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് അവര് വന്ന് അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് അവര് പറഞ്ഞിട്ട് പോയി. പിന്നെ ആ പേപ്പർ അവിടുന്ന് അവർ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഒരു വിവരം എനിക്ക് കിട്ടിയില്ല. ഇനി ഞങ്ങൾ സമാധാനമായിട്ടിരിക്കില്ല, ഇനി ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങളില്ലേ മരിക്കും, ഞങ്ങൾക്ക് മരിക്കാനേ പറ്റത്തുള്ളൂ. ഞാനൊരാത്തിന് അസുഖമുള്ള ആളാ, എനിക്ക് മരുന്ന് വാങ്ങിത്തരാൻ ആ മക്കളില്ല, ആരുമില്ല. 4 പെൺമക്കൾ അനാഥകളാ. ഇതിൽ കൂടുതൽ അനാഥകൾ നിങ്ങൾ കാണത്തില്ല. ഒരു വീടില്ല. 10-25 കൊല്ലം കൊണ്ട് ഓരോ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുക, വാടക കൊടുക്കാനില്ലാഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഞങ്ങൾ 10-12 വർഷം കൊണ്ട് താമസിക്കുന്നു. മൊത്തം ഇടിഞ്ഞ് വീണ് ചോരയാണ് വെള്ളം. നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് അവിടെ വിട്ട് ഞങ്ങൾ കാര്യം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. ഞങ്ങൾ കള്ളത്തരം പറയത്തില്ല, ഞങ്ങളാരെയും വഞ്ചിച്ചിട്ടില്ല. 4 എത്തിയുമായ മക്കളും മുതലാവര് ഇഷ്ടഗാനം എത്തിങ്കാനം എന്നും പറഞ്ഞ് അവിടെ വളർത്തുന്ന. ഇതിൽ കൂടുതൽ എത്തിമക്കൾ ആരാ ഉള്ളത് ഇവർക്ക്? അവരെ കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക്. ഈ മക്കളെ കഴിഞ്ഞുള്ള എത്തിമക്കളെ ഇനി ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അത്രയ്ക്ക് അനുഭവിക്കുന്ന. എൻ്റെ ഭർത്താവ് പ്രഷറും ഷുഗറും വന്ന് 2 കിഡ്നി നഷ്ടപ്പെട്ട് അവിടെ കിടന്ന് കൈ നീട്ടി മറ്റുള്ളവരെ മുമ്പിൽ ഇറന്ന് ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ഇവരൊന്ന് വിളിക്കുകയോ ഒന്ന് അന്വേഷിക്കുകയോ ഇങ്ങനെ മരിച്ചിട്ട് പോലും അവര് തരുന്നില്ല. ഒരാളും മിണ്ടിയില്ല. മരിക്കുന്നിടം വരെ അങ്ങനെ പറയുമായിരുന്നു, പൈസ തരാനുണ്ട്, പൈസ തരാനുണ്ട്, എനിക്ക് കിട്ടാനുണ്ടെന്ന്. ആ മരണം വരെ പറഞ്ഞതല്ല, അത് 1 രൂപ അങ്ങേർക്ക് കൊടുത്തില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ട് കടന്ന് തിരുവനന്തപുരം അവിടെ എവിടെ കൊണ്ട് കിടന്ന് അവസാനം അങ്ങേര് മരിച്ച്. അങ്ങേര് 2 കൈയും കെട്ടിപ്പോയി. ഞങ്ങളുടെ അവസ്ഥകൾ 4 പേര്, 5 എണ്ണമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഒരു വീട്ടിൽ നിന്നും പോലും ഞങ്ങൾ വാടക കൊടുക്കാനില്ല. ഞങ്ങളെ എല്ലാ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ഇവര് ഞങ്ങളെ ഇറക്കി വിട്ട സമയം തൊട്ട് ഇന്ന് ഇത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ ജീവിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഞങ്ങൾക്ക് വീട് പോലും ഇല്ല. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കണേ പോലും ആർക്ക് വേണേലും വന്ന് അന്വേഷിക്കാം. മരിച്ചുപോയ റയോൺസ് ജീവനക്കാരനായിരുന്ന റഹീമിൻ്റെ ഭാര്യ ഫാത്തിമയും മകൾ റസ്ലീനയുമാണ് മാവൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. കാലിക്കറ്റ് ന്യൂസ്, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ, കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.